ഹായ് ഫ്രണ്ട്സ്, ഇതെന്താണെന്നറിയാമോ? ചൂടയും കൊണ്ട് ബിരിയാണി വെച്ചതാണേ. കുറച്ച് ചൂട വാങ്ങിച്ചപ്പോൾ വെറുതെ ഒരു ഐഡിയ തോന്നി വെച്ചതാണ്. വിശ്വസിക്കാനാവുന്നില്ല, അമ്മാതിരി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അട്ടാറ് ടേസ്റ്റ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളും വീട്ടിൽ ചൂട വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ചെമ്മീൻ ബിരിയാണിയുടെ അതേ മെത്തേഡിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വേറൊന്നും കൂട്ടിയിട്ടും കുറച്ചിട്ടും ഇല്ല. സൂപ്പറാണ്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചൂട വെട്ടി കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് തീ പിടിച്ച വില ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ അങ്ങ് ഒഴിവാക്കി. അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ ഞാൻ ഈ മീൻ വറുത്തെടുത്തു. മൂത്ത് പോയിട്ടില്ല, മൂക്കാതെ ഈ പരുവത്തിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളൊന്ന് ഒടിച്ചു നോക്കിയാൽ ഒടിയും. ചൂട നന്നായിട്ട് വറുത്ത് നമ്മൾ കൂട്ടുകയില്ല, അതേ മെത്തേഡിലല്ല, ഈ പരുവത്തിൽ എടുത്തു. പിന്നെ സവോള, മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിക്കായും നമ്മൾ സവോള അതേ പാത്രത്തിലേക്ക് തന്നെ ആ വറുത്ത എണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ വഴട്ടി, ഉപ്പ് ഇട്ട് വഴട്ടി, കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇട്ടു. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേന് അതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നാൽ മതി, ഒത്തിരി വഴന്ന് പോകണ്ട. പിന്നെ അതിലേക്ക് മസാല ചേർത്തെന്ന് പറയുകയാണെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും മാത്രമേ മസാലയായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഒരു നാരങ്ങയുടെ നീരൂടെ ചേർത്തിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് പതിയെ ഇട്ടിളക്കണം. നമ്മൾ ഒത്തിരി സ്പീഡിൽ ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകും. എന്നിട്ട് നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് അത് തുറന്നിട്ട് അതിലേക്ക് നമ്മൾ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജീരകശാല അരിയാണ്. അതിനകത്ത് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം കൂടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. അതും ഇട്ടിളക്കി പതിയെ ഇളക്കിയെടുക്കണം. അടാറ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി ചൂട വാങ്ങിക്കുമ്പം ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം ടാറ്റാ, ബൈ ബൈ. ഇതാണ് നമ്മുടെ ചൂട ബിരിയാണി.